ഓം ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. 29-ാം ദിവസമായ ഇന്ന് യുദ്ധകാണ്ഡത്തിലെ കുംഭകർണൻ്റെ നീതിവാക്യം, കുംഭകർണവധം, നാരദസ്തുതി എന്നീ ഭാഗങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ഇന്നലെ മാരുതി ജംബുമാലിയെയും ധൂമ്രാക്ഷനെയും അകമ്പനെയും മഹാഗജൻ തപനനെയും അംഗദൻ വജ്രദംഷ്ടനെയും അതുപോലെ കുംഭകനു, ദുർമുഖൻ, മഹാനാഥൻ, സമുന്നതൻ എന്നിവരെ ജാമ്പവാനും പ്രഹസ്തനെ നീലൻ യുദ്ധത്തിലും ശ്രീരാമൻ അഗ്നിധ്വജൻ, രക്ഷധ്വജൻ തുടങ്ങി 10 പേരെ ശ്രീരാമചന്ദ്രസ്വാമി നേരിട്ടും വധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. രാവണപുത്രനായ മേഘനാഥൻ്റെ നാഗാസ്ത്ര പ്രയോഗത്താൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും മറ്റു വാനരന്മാരെയും ബോധഹീനരാക്കുന്നുണ്ടെങ്കിലും ഗരുഡൻ്റെ സാമീപ്യത്താൽ അവരെല്ലാം മോഹാലസ്യം വിട്ടുണരുന്നു. രാവണൻ അയച്ച ആ പ്രധാനികളും പ്രബലന്മാരുമായ രാക്ഷസന്മാർ ഓരോരുത്തരായി കാലപുരി പോകിയ വാർത്തയറിഞ്ഞ് രാവണൻ താൻ തന്നെ സ്വയം യുദ്ധത്തിന് പോകാൻ തീരുമാനിക്കുകയായിരുന്നല്ലോ. ആ പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ രാവണൻ്റെ തേരും കൊടിയും കുടകളും കിരീടങ്ങളും എല്ലാം തകർത്തെങ്കിലും രാവണനെ വധിച്ചില്ല. ആ രാവണൻ്റെ മരടൻ ലക്ഷ്യമാക്കി അയച്ച അമ്പ് വില്ലുകൊണ്ട് തടഞ്ഞപ്പോൾ വില്ല് മുറിഞ്ഞു പോവുകയും സൂര്യൻ അസ്തമിച്ചതിനാൽ പിറ്റേ ദിവസം യുദ്ധം തുടരാമെന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ യുദ്ധം മതിയാക്കുന്നതാണ് കണ്ടത്. യുദ്ധ നിയമപ്രകാരം സൂര്യാസ്തമയത്തിന് ശേഷം യുദ്ധം ചെയ്യാൻ പാടില്ല. അതുപോലെ ആയുധമില്ലാത്തവരെയും യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നവരെയും ഒന്നും വധിക്കാൻ പാടില്ല എന്ന് യുദ്ധനിയമത്തിൽ പറയുന്നുണ്ട്. രാവണൻ എന്തൊക്കെ അക്രമവും അനീതിയും അധർമ്മവും പ്രവർത്തിച്ചാലും ശ്രീരാമചന്ദ്രസ്വാമിക്ക് അത് പാടില്ലല്ലോ. ഏതായാലും നമുക്ക് ഇന്ന് 29-ാം ദിവസം നാം കാണുന്നത്, ഇന്നലെ മൊത്തം നമ്മൾ ഫൈറ്റ് സീൻസ് ആയിരുന്നല്ലേ. ഇന്നലെ രാവണൻ്റെ ഒരു ഫാൻറ്റസി സീനും ഉണ്ടായിരുന്നു. ആ തല വെട്ടിക്കൊണ്ടുവന്ന് ജാനകിയുടെ അടുത്ത് വെച്ചിട്ട് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് ഇത് ശ്രീരാമചന്ദ്രൻ്റെ ശിരസും വില്ലുമാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പക്ഷേ ആ പുരുഷോത്തമൻ, മാതൃകാ രാജാവ്, ശത്രുക്കൾക്കും ജീവൻ ദാനം ചെയ്യുന്ന, ആശ്രയം കൊടുക്കുന്ന ശ്രീ രാമചന്ദ്രസ്വാമി സ്വന്തം സൈന്യത്തിലുള്ള മുറിവേറ്റവരെയൊക്കെ മരുന്ന്, അതായത് സിദ്ധൌഷധം പുരട്ടി മുറിവേറ്റവരെല്ലാം ഇങ്ങനെ സുഖപ്പെടുത്തുന്ന സീനാണ് ഇന്ന് ആദ്യം തുടങ്ങുന്നത്. ഭഗവാന്റെ ആ സ്പർശനം തന്നെ സിദ്ധൌഷധമായിരിക്കെ വേറെ ഔഷധത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. ആ രാവണനാകട്ടെ തൻ്റെ ഭൃത്യന്മാരോട് തൻ്റെ അവസ്ഥകൾ പറഞ്ഞ് ആവലാതി പറഞ്ഞ് ദുഃഖിച്ചിരിക്കുകയാണ്. നമ്മുടെ വീര്യം, പരാക്രമം, ബലം, പൗരുഷം, ധനം എല്ലാം നഷ്ടപ്പെട്ടു, കഷ്ടകാലം തുടങ്ങി എന്ന് തോന്നുന്നു. പണ്ടെന്നെ ശപിച്ചവരുടെ എല്ലാം ആ ശാപവാക്കുകൾ ഇന്ന് പരമാർത്ഥമായി തീർന്നു. രാവണന് പലരിൽ നിന്നും ശാപം ലഭിച്ചിട്ടുണ്ട് പലപ്പോഴായി, സ്ത്രീകളിൽ നിന്നും പ്രത്യേകിച്ചും. അതാണ് പതിവ്രതകളായ സ്ത്രീകളുടെ ശാപം എന്നെ തേടിയെത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ദൂതനാൽ നാശം സംഭവിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു കഥ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു വാനരന്മാരാൽ നാശം വരും എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഇന്ന് പറയാം. നമുക്കറിയാം, ആ വൈശ്രവണൻ ദൂതനെ അയച്ചപ്പോൾ ആ സാരോപദേശം ഇഷ്ടപ്പെടാതെ ആയിരുന്നല്ലോ വൈശ്രവണൻ അയച്ച ദൂതനെ ഈ രാവണൻ വെട്ടിക്കൊല്ലുന്നതും, അതുകൊണ്ട് ദൂതനാൽ വംശനാശം വരുമെന്ന് ശപിക്കുന്നതും. ഇന്ന് ആ വൈശ്രവണൻ്റെ അടുത്ത് ദൂതൻ വന്നു പോയതിന് ശേഷം രാവണൻ വിചാരിക്കുകയാണ് ഈ ജ്യേഷ്ഠനെ തന്നെ അങ്ങ് ജയിച്ചു കളയാം, ഇനി അത് വച്ച് താമസിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അസംഖ്യം ഈ രാക്ഷസപ്പടകളോടുകൂടി വൈശ്രവണനെ തോൽപ്പിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് പൊരിഞ്ഞ യുദ്ധം നടക്കുക രണ്ട് കൂട്ടരും തമ്മിൽ. ആ യുദ്ധം കഴിഞ്ഞ് വൈശ്രവണനെ ഇങ്ങനെ ജയിച്ച് തിരിച്ചു വരുന്ന വഴി, വൈശ്രവണനെ ജയിച്ചു എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ല യുദ്ധമായിരുന്നു. മാരീചൻ, ശുഗൻ, സാരണൻ, വീരൻ, മഹോദരൻ, മഹാഭാർഷൻ, ധൂമ്രാക്ഷൻ ഇങ്ങനെ ഇവരെല്ലാം കൂട്ടി അപ്പോൾ തന്നെ ഇങ്ങനെ രാക്ഷസ പടയോടുകൂടിയാണ് വൈശ്രവണൻ. സ്വന്തം എന്ന് പറഞ്ഞാൽ അച്ഛനൊന്നും അമ്മ രണ്ടും, അങ്ങനെയാണ്, സ്റ്റെപ്പ് ബ്രദറാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഘോര യുദ്ധം നടക്കുന്നുണ്ട്. അവസാനം രണ്ട് പക്ഷത്തും ഒരുപാട് പേര് മരിക്കുകയുണ്ടായി. വൈശ്രവണൻ അനുജനായ രാവണനോട് പറയുന്നുണ്ട്, ഒരുപാട് പേർ കൊടും തപസ് ചെയ്ത് വരങ്ങൾ നേടിയിട്ടുണ്ട്, അവരൊക്കെ ചത്തും പോയിട്ടുണ്ട്. ഇങ്ങനെ അപാരമായ വരബലം സിദ്ധിച്ചുകൊണ്ട് സർവ്വജനങ്ങളെയും ഉപദ്രവിക്കാതെ
ചെയ്യുന്ന പാപങ്ങൾക്ക് തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. ദേഹനാശം വരും മുമ്പേ ഈ തപസ്സിൻ്റെ ഫലമെല്ലാം തീർന്നിടും. ദേഹം, ധനം ഇതെല്ലാം ഇന്ന് വരും നാളെ പോകും. അതൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഈ ധർമാധർമ്മ ചിന്തയില്ലാതെ മര്യാദ കെട്ടവനായി ജീവിക്കുന്നവൻ, ജീവികളെ പീഡിപ്പിക്കുന്നവൻ നരകത്തിൽ തന്നെ പോകും. മൂഢനായ നിന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. മൂഢനായ നിന്നോട് പറയുന്ന ഞാൻ തന്നെയാണ് നിന്നേക്കാൾ വലിയ മൂഢൻ. നീ ഇങ്ങനെ സാധുക്കളെ ഉപദ്രവിക്കുന്നതിനാൽ മേലിൽ വലിയ ആപത്തുകൾ വന്ന് സംഭവിക്കും. എന്ന് മാത്രമല്ല നിൻ്റെ വംശം കൂടെ നശിച്ചു പോകും. വീണ്ടും ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. വൈശ്രവണൻ്റെ ധൈര്യം കണ്ട് മറ്റുള്ളവർ ഇങ്ങനെ അകന്നു നിന്നു. അപ്പോൾ അവസാനം രാവണൻ്റെ ഗദാപ്രഹരമേറ്റി വൈശ്രവണൻ താഴെ വീഴുകയും പത്മാദികളായ മുനികൾ വൈശ്രവണനെ എടുത്തുകൊണ്ടുപോയി നന്ദനവനത്തിൽ വെച്ച് സംരക്ഷിച്ച് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാവണൻ വേഗം വൈശ്രവണൻ്റെ പുഷ്പക വിമാനമായിട്ട് അവിടുന്ന് പോകുന്നു. ഈ ജ്യേഷ്ഠനെ ജയിച്ചുവല്ലോ എന്നുള്ള അഹങ്കാരത്തിലും സന്തോഷത്തിലും മുടങ്ങുന്ന രാവണൻ ശരവണ എന്ന ദേശത്തെത്തിയപ്പോൾ വിമാനം നിശ്ചലമായി. എന്ത് ചെയ്തിട്ടും അത് മുന്നോട്ട് പോകുന്നില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കാനെന്ന് കാരണം ചിന്തിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് മാരീചനോട് ചോദിച്ചു. മാരീചൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. മാരീചനോട് ചോദിച്ചു പറഞ്ഞു, ഒന്നുകിൽ ഈ വിമാനം വൈശ്രവണനെ മാത്രമേ വഹിക്കുകയുള്ളായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല കാരണവുമായിരിക്കും. എന്താണോ എന്തോന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ശിവൻ്റെ പാർഷദനായ ഈ നന്ദികേശ്വരൻ ഒരു വാനരൻ്റെ വേഷത്തിൽ അവിടെ വരികയാണ്. വന്നിട്ട് പറയുകയാണ് വേഗം ആ പരമേശ്വരൻ, ഉമാവതി ശങ്കരൻ, പന്നകഭൂഷണൻ, ചന്ദ്രചൂഡൻ, ഗംഗാധരൻ, നീലകണ്ഠൻ, കാലാന്തകൻ, അനങ്കാര ശങ്കരൻ, എൻ്റെ പ്രഭു, നൃത്തമാടുന്ന പ്രദേശമാണ്. ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല. നീ വന്ന വഴിയെ തിരിച്ചു പോകുന്നതാണ് നിനക്ക് നന്ന്. അതല്ല, നീ ചാകാൻ ഉറച്ചു തന്നെ വന്നവനാണെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാവണൻ അവനെ പരിഹസിച്ച ഒരു വാനരൻ ഇങ്ങനെ ഉപദേശിക്കാനായോ എന്നുള്ള ഭാവത്തിൽ പരിഹാസത്തോടെ ഇങ്ങനെ ഊറിച്ചിരിച്ചിട്ട്, എടാ വാനര, നീ ആരാണ്ട എന്നെ ഉപദേശിക്കാൻ? ഞാൻ ആരെന്ന് നിനക്കറിയുമോ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുകയാണ്. അപ്പം ഈ നന്ദികേശൻ കോപത്തോടെ പറയുകയാണ്, ബ്രഹ്മാവ് തന്ന വരബലമുള്ളതുകൊണ്ട് നിന്നെ ഞാൻ വധിക്കുന്നില്ല. നീ എന്നെ വാനരൻ എന്ന് വിളിച്ച് പരിഹസിച്ച് ചിരിച്ചല്ലോ. എന്നെ പരിഹസിച്ചതിനാൽ നിൻ്റെ വംശനാശം വാനരന്മാർ കാരണമായിരിക്കും. ഇനിയും എത്രയോ ദേവന്മാരെയും വിപ്രന്മാരെയും, അതായത് ബ്രാഹ്മണരെയും പീഡിപ്പിക്കാനുണ്ട് നിനക്ക്. നിൻ്റെ ആ നാശത്തിന് ഇനി അധിക കാലമില്ല എന്ന് പറയുകയാണ്. ഇനി രാവണൻ അപ്പോൾ തിരിച്ചു പറയുകയാണ്, എനിക്കിതിലേ പോകാൻ തടസ്സമായതിനാൽ നിൻ്റെ നാഥൻ ഒഴിഞ്ഞു പോകട്ടെ, ഞാനിവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ള ഇതിൽ എന്ന് പറഞ്ഞ് ഈ കൈലാസം ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. ആ പ്രദേശം കൈലാസം ഇങ്ങനെ ആടിയപ്പോൾ എല്ലാ ഭൂതങ്ങളും അതിലുള്ള എല്ലാവരും ആടുമല്ലോ. പാർവതീദേവിയും ഇങ്ങനെ ഈ ചലനം കൊണ്ട്, ഭൂചലനമല്ലേ, ഓടിപ്പോയി മഹേശ്വരനെ കെട്ടിപ്പിടിക്കുകയാണ്. മഹേശ്വരൻ അന്നേരം ദേവി ഒന്ന് കെട്ടിപ്പിടിച്ചില്ലേ, അനുരാഗവിവശനായി ഒന്ന് ചിരിച്ചിട്ട് തൻ്റെ ഈ പാദാങ്കുഷ്ഠേന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാദാങ്കുഷ്ടം പാദത്തിലെ തള്ളവിരലിനെയാണ്, ആ വലിയ വിരലിനെയാണ് പറയുന്നത് പാദാങ്കുഷ്ടം. ആ അങ്കുഷ്ടം നിലത്തൂന്നി, ആ വിരൽ നിലത്തൂന്നിയിട്ട് ഒന്ന് കറങ്ങിയിട്ട് ആ വിരലിങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. കൈലാസം ഉറച്ചു. രാവണൻ്റെ 20 കൈകളും ഞെരിഞ്ഞമർന്നു. ആ കരയുന്ന ശബ്ദം കേട്ട് പർവ്വതങ്ങളും സമുദ്രങ്ങളും ഊഴിയും വിറവുണ്ടു. 3 ലോകങ്ങളിലുമുള്ള ജനങ്ങൾ പേടിച്ചു വിറച്ചു. കൈലാസനാഥൻ പാത ഇളക്കിയില്ലെന്ന് മാത്രമല്ല, സംവത്സരങ്ങൾ അങ്ങനെ കടന്നുപോയി. രാവും പകലുമില്ലാതെ രാവണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിവൃത്തിയില്ലല്ലോ. രാവും പകലും ഇല്ലാതെ ഭഗവാനെ വിളിച്ച് കേണുകൊണ്ടിരുന്നു. അവസാനം ഭജിച്ചു രാവണൻ. ഭക്തിയോടെ തന്നെയാണ് കേട്ടോ ഭജിച്ചത്. കൈലാസനാഥനും സംതൃപ്തനായി രാവണൻ്റെ പൂജയിൽ. എത്രയോ സംവത്സരങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ആ കാലയച്ചിട്ട് രാവണൻ്റെ അരികെ ചെന്ന് പറഞ്ഞു, നിന്നെപ്പോലൊരു ബലവാൻ ഈ 14 ലോകത്തിലുമില്ല. നിൻ്റെ ശബ്ദം, രാവം എന്നാണ് ശബ്ദം എന്ന വാക്കിന് എഴുതിയിരിക്കുന്നത്. നിൻ്റെ ശബ്ദം ഈ 3 ലോകങ്ങളിലും നിറഞ്ഞു നിന്നാൽ നിനക്ക് രാവണൻ എന്ന പേര് ഇന്നു മുതൽ തരുന്നു. നീ അറിയപ്പെടും രാവണൻ എന്ന പേരിൽ. തന്നെയല്ല, ഈ ചന്ദ്രഹാസം നിനക്കുള്ളതാണ്. ഇന്നു മുതൽ നീ എന്നെ ഭജിച്ചുകൊള്ളുക. നിനക്കിനിമേൽ ഒരിടത്തും പരാജയം ഉണ്ടാവില്ല. നീ വിമാനത്തിൽ കയറി ഈ വഴിയെ തന്നെ പോയിക്കൊള്ളുക. ഇങ്ങനെ ഒരു വ്യസനവും വേണ്ട എന്ന് പറഞ്ഞ് മഹേശ്വരൻ അനുഗ്രഹിക്കുകയാണ്. രാവണനും മഹേശ്വരനെ, ആ ശ്രീപരമേശ്വരനെ നമസ്കരിച്ചിട്ട് പുഷ്പവിമാനത്തിൽ കയറി യാത്ര തുടരുന്നു. അങ്ങനെ പോകുന്ന വഴി ഈ വൈശ്രവണൻ ബൃഹസ്പതിയുടെ മകനായ കുശധ്വജ മുനിയുടെ കന്യകയായ വേദവതിയെ കണ്ടുമുട്ടുകയാണ്. വേദവതി അവിടെ നിന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തപസ് ചെയ്യുന്ന വേദവതി എന്ന സുന്ദരിയായ യുവതിയെ കണ്ടിട്ട് ഈ രാവണന് ഉടനെ
അവളോട് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ ആകർഷിക്കപ്പെട്ട് വേദവതിയുടെ അടുത്ത് ചെല്ലും. ഭവതി എന്താണിങ്ങനെ ഇവിടെ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, ആരാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേഗം പറയും, മാധവൻ എൻ്റെ ഭർത്താവാകണമെന്നാണ് അച്ഛനായ കുശധ്വജ മഹർഷിയുടെ ആഗ്രഹം. അങ്ങനെ പറഞ്ഞതിനാൽ ഒരു രാക്ഷസൻ എൻ്റെ അച്ഛനെ ചതിച്ചു കൊന്നു. അതായത് ചോദിച്ചു വന്നവർക്കൊന്നും മകളെ കൊടുത്തില്ല. ഭഗവാൻ മഹാവിഷ്ണു തന്നെ ഭർത്താവായി, അതായത് മകളുടെ ഭർത്താവായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു രാക്ഷസൻ എൻ്റെ അച്ഛനെ ചതിച്ചു കൊന്നു. മാതാവും ഉടനെ തന്നെ മരിച്ചു. ഞാനും അന്ന് തുടങ്ങി ഭഗവാനെ തപസ് ചെയ്യുകയാണ്. ഭഗവാൻ ഒരുപാട് കാലം ഉഗ്ര തപസ് ചെയ്ത് വരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേട്ട രാവണൻ വിമാനത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ട് വേദവതിയോട് പറഞ്ഞു, വല്ലഭേ കേൾക്കൂ, എൻ്റെ വല്ലഭ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം. ഭാര്യ ആയില്ലെങ്കിലും വല്ലഭേ കേൾക്കൂ. പിന്നെ വല്ലഭത്വമുള്ളവളെയാണ് വല്ലഭേ എന്ന് വിളിക്കുന്നത്. ഭാര്യ മാത്രമല്ല, ഭാര്യ എന്ന അർത്ഥം ഉണ്ടെങ്കിലും. ഇനി എൻ്റെ ഈ ഒരു കയ്യോളം ബലമില്ല വിഷ്ണുവിന്. നിൻ്റെ ഈ യൗവനം ഇങ്ങനെ തപസ് ചെയ്ത് കളയാനുള്ളതല്ല, നീ എൻ്റെ പ്രിയതമയായാലും. അപ്പോൾ വേദവതി പറഞ്ഞു, താപസിയായ എന്നോട് അനാവശ്യം പറയാതെ, അയോഗ്യ വർത്തമാനം പറയാതെ പോകൂ. ഇത് കേട്ടതും കോപിഷ്ഠനായ രാവണൻ ആ സുന്ദരിയുടെ മുടി ചുറ്റിപ്പിടിച്ച് എന്തു പറഞ്ഞടി എന്ന് ചോദിച്ച് ആക്രോശിക്കുകയാണ്. എന്നെ തൊട്ടതിനാൽ ഞാൻ നിന്നെ വധിക്കുന്നില്ല. വധിച്ചാൽ എൻ്റെ തപസ് മുടങ്ങുമല്ലോ. ഞാനിപ്പോൾ തന്നെ എൻ്റെ ഈ ദേഹം ഉപേക്ഷിച്ചിട്ട് ഒരു രാജാവിൻ്റെ പുത്രിയായി അയോനിജയായി ഉടൻ തന്നെ ജന്മമെടുക്കും. എന്നാൽ തന്നെ നിനക്കും നിൻ്റെ വംശത്തിനും നാശം സംഭവിക്കുകയും ചെയ്യും. അതിന് ഞാൻ കാരണഭൂതയാകും എന്ന് ആ കന്യക ശാപം കൊടുത്തിട്ട് അപ്പോൾ തന്നെ അവിടെ അഗ്നി കൂട്ടി ആ അഗ്നിയിൽ ചാടി തൻ്റെ ദേഹം ദഹിപ്പിക്കുകയാണ്. ആ വേദവതിയാണ് അടുത്ത ജന്മത്തിൽ സീതാദേവിയായിട്ട് ജനിച്ചിരിക്കുന്നത്. ആ സീതാദേവിയെ ഞാൻ പറഞ്ഞിരുന്നു, അത് ഉഴവുചാലിൽ നിന്നാണ് കിട്ടിയത്. അയോനിജയാണെന്നും നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ആ സീതാദേവി വേദവതിയുടെ പുനർജന്മമാണെന്ന് പറയാൻ കാരണം. ആ ശാപകഥയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ രാവണൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നത്. രാവണൻ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ എനിക്ക് പല ശാപങ്ങളും കിട്ടിയിട്ടുണ്ട്, ആ ശാപങ്ങളൊക്കെ എന്നെ ഇപ്പോൾ തിരിഞ്ഞ് ഞാൻ പരമാർത്ഥമായി തീരുകയാണ്. ഇങ്ങനെ മനസ്സ് നൊന്ത് ശപിക്കുന്നതൊന്നും ഒരിക്കലും വിഫലമാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഭൃത്യന്മാരോട് വിശദീകരിച്ച് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് വ്യസനിച്ചിരിക്കുമ്പോൾ അവർ പറയുന്നു, ഇനി വിഷമിക്കണ്ട, ആ ശത്രുക്കളെയെല്ലാം കൊന്ന് നമുക്ക് വ്യസനം തീർക്കാനുള്ള ഉപാധി ഉണ്ടാകാം. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞ് രാവണൻ പറയുന്നു, ഒരു കാര്യം ചെയ്യുക, നമുക്ക് കുംഭകർണനെ ഉണർത്താം. അതായത് ഈ സ്ത്രീരത്നങ്ങളുടെ ശാപം ഒരിക്കലും അസത്യമാകുകയില്ല. ബ്രഹ്മാവ് മുതലുള്ള ദേവന്മാരുടെ ശാപം, ആ പാർവതീദേവിയുടെ ശാപം, പതിവ്രതകളായ നാരിമാരുടെ ശാപം ഒന്നും വൃഥാവിലാവില്ല. എനിക്ക് ജയിക്കാനായി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ ചെന്ന് കാലാരി തുല്യനായ, അതായത് കാലാരി ശ്രീപരമേശ്വരനാണല്ലോ, ആ ശ്രീപരമേശ്വരന് തുല്യനായ ആ കുംഭകർണനെ ഉണർത്തുക. കുംഭകർണൻ വളരെ ബലവാനായ ഒരു കഥാപാത്രമാണ് ഇതിൽ, അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞേ അവൻ ഉണരൂ, ഇന്നേക്ക് 9 നാളെ ആയുള്ളൂ അവൻ ഉറക്കം തുടങ്ങിയിട്ട്. നിങ്ങൾ ഏത് വിധേനയെങ്കിലും അവനെ ഉണർത്തിക്കൊണ്ട് വരിക എന്ന് രാവണൻ ഭൃത്യന്മാരോട് പറയുന്നു. ഈ രാജൻ്റെ നിയോഗം അനുസരിച്ച് കുംഭകർണനെ ഉണർത്താനുള്ള ശ്രമമായി. പിന്നീട് ആന, കുതിര, കാലാൾ, തേര്, ഇങ്ങനെ എല്ലാം ചതുരംഗപ്പടയോടുകൂടി ചെന്ന് അവർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രയോജനമില്ല. പിന്നെ ഇങ്ങനെ വാദ്യഘോഷങ്ങൾ, പെരുമ്പറയൊക്കെ ഇങ്ങനെ മുഴക്കുന്നുണ്ട്. ചെവിയുടെ അടുത്ത് ചെന്നിട്ടാണ്, ചെവിയുടെ ഇങ്ങനെ ദ്വാരത്തിനടുത്താണ് ഒച്ച വെക്കുന്നത്. അത് ഒരു പ്രയോജനമില്ല. പിന്നെ ഈ രാക്ഷസന്മാരെല്ലാം നെഞ്ചത്ത് കയറി ചവിട്ടി ഡാൻസ് കളിക്കുകയാണ്. പിന്നെ കുംഭസഹസ്രം ജലം ചൊരിയുന്നു. കുംഭസഹസ്രം എന്ന് പറഞ്ഞാൽ 1000 കുടം വെള്ളം, ആയിരക്കണക്കിന് കുടം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു പ്രയോജനമില്ല. ആനകളെ കൊണ്ട് ഈ മൂക്കിനുള്ളിലുള്ള രോമം ഉണ്ടല്ലോ, തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് വലിപ്പിക്കുകയാണ്. അങ്ങനെ വലിച്ചപ്പോൾ ഈ രോമത്തിൻ്റെ പിടിച്ച് വലിക്കുമ്പോൾ ഉള്ള ആ മൂർച്ച കൊണ്ട് പാവം ആനകളുടെ തുമ്പിക്കൈയൊക്കെ മുറിഞ്ഞു പോയിട്ട് അതുങ്ങൾ വേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. ആ ശബ്ദമൊന്നും കേട്ടിട്ട് ഈ കുംഭകർണൻ ഉണരുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രയത്നിച്ച് കഴിഞ്ഞ് രാക്ഷസന്മാർ കുംഭകർണൻ ഒന്ന് അനങ്ങുമ്പോഴേക്കും ഇവർ പേടിച്ചോടും.
തിരിച്ചു വീണ്ടും വരും. ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കോട്ടുവായിട്ടുകൊണ്ട് കുംഭകർണൻ എഴുന്നേറ്റ് വരികയാണ്. നേരെ നോക്കുമ്പം കുംഭകർണൻ്റെ മുമ്പിലായിട്ട് ദാ വെച്ചിരിക്കുന്നു 1000 കുടം മദ്യം, 1000 കുടം രക്തം, പിന്നെ മറ്റ് ആഹാര പദാർത്ഥങ്ങളൊക്കെ കൊന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നു. എല്ലാ ആവശ്യത്തിന് ഇങ്ങനെ എല്ലാം കൂടി കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എല്ലാം കഴിച്ച് സന്തുഷ്ടനായി കഴിഞ്ഞപ്പോൾ ഭൃത്യന്മാർ അരികിൽ വന്ന് വണങ്ങി നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉണർത്താനുള്ള കാരണം പറയുകയാണ്. ഉണർത്താനുള്ള കാരണം പറഞ്ഞപ്പോൾ കുംഭകർണൻ പറഞ്ഞു, ആ ശത്രുക്കളെല്ലാം കൊന്ന് ജ്യേഷ്ഠൻ്റെ സങ്കടം ഞാൻ തീർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഉടനെ പുറപ്പെടാനൊരുങ്ങിയ കുംഭകർണനെ തടഞ്ഞിട്ട് മഹോദരൻ പറഞ്ഞു, ജ്യേഷ്ഠനെ കണ്ടു പറഞ്ഞ് അനുഗ്രഹവും വാങ്ങി പോകുമെന്ന്. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് രാവണനെ കാണാനായി തിരിക്കുകയാണ്. രാവണനും അത്യന്തം സന്തോഷത്തോടെ അനുജനെ കെട്ടിപ്പിടിച്ച് സൽക്കരിച്ചിരുത്തി. നീ കാര്യങ്ങളൊക്കെ അറിയണം. നമ്മുടെ ആ അനുജത്തിയായ ശൂർപ്പണഖയുണ്ടല്ലോ, അവളുടെ നാസികയും കുജങ്ങളും എല്ലാം ഛേദിച്ചതിനാണ് ഞാൻ ജാനകിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ സമുദ്രത്തിന് മുകളിലൂടെ ചിറകെട്ടി കടന്നു വന്നിട്ട് വാനരന്മാരോടുകൂടി നമ്മുടെ പ്രഹസ്തനെയും മഹോദരനെയും ഇങ്ങനെ ആകമ്പനെയും എന്ന് വേണ്ട എല്ലാവരെയും അവർ കൊന്നു. ദാ നോക്ക്, എന്നെ ഈ വിധം മുറിവേൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്, കൊല്ലാതെ കൊന്നിരിക്കുകയാണ്. അത് കാരണം ആധിമുഴുത്താണ് ഞാൻ നിന്നെ വിളിച്ചുണർത്തിയത്. ആ മനുഷ്യന്മാരെയും വാനരന്മാരെയും കൊന്ന് വല്ല വിധേനയും നീ എന്നെ രക്ഷിക്കണേ എന്ന് അനുജനോട് കേണപേക്ഷിക്കുകയാണ്. കുംഭകർണൻ ഇത് കേട്ട് പറഞ്ഞു, കൊള്ളാം, എല്ലാം നല്ലതിന് തന്നെ എന്ന് വിചാരിക്കുക. നല്ലത് ചെയ്താലേ നമുക്ക് നല്ലത് വരൂ. ഇനി നല്ലതും കെട്ടതും ഏതെന്ന് തിരിച്ചറിയാത്തവർ, അതറിയാവുന്നവർ പറയുന്നതനുസരിച്ച് നടക്കണം. അല്ലാത്തവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു? സീതയെ രാമന് കൊടുക്കുക എന്ന് പറഞ്ഞതിനല്ലേ വിഭീഷണൻ ജ്യേഷ്ഠനെ നാട്ടിൽ നിന്ന് ഓടിച്ചു കളഞ്ഞത്? ഒന്ന് ഓർത്ത് നോക്കൂ. ഈ ലങ്കയിൽ നിന്നും എല്ലാ നന്മകളും പോയി മറഞ്ഞു കഴിഞ്ഞു. ആപത്ത് അടുത്തു വരുന്നത് പോലെ തോന്നുന്നുണ്ട്. കാലം, ദേശം, അവസ്ഥ, നയം, ഹേതു, വൈരികൾ, ആ വൈരികളുടെ അവസ്ഥകളും നീക്കങ്ങളും, എങ്ങനെ വൈരികളെയും മിത്രങ്ങളെയും തിരിച്ചറിയാം, മധ്യസ്ഥന്മാരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക, നമ്മുടെ ധനസ്ഥിതി, സാമം, ദാനം, ഭേദം, ദണ്ഡം, 6 നയങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, വരാൻ പോകുന്നതും അവയുടെ പരിണാമഫലങ്ങളും എല്ലാം വിവേചിച്ചറിയാനുള്ള കഴിവുള്ള നല്ലത് പറയുന്ന ഒരു മന്ത്രി ഉണ്ടെങ്കിൽ നല്ലത് വരും, അതുപോലെ കീർത്തിയും വർദ്ധിക്കും. പക്ഷേ ഒരു മന്ത്രിയുടെ ധർമ്മം വെടിഞ്ഞ് ഈ രാജാവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനായിട്ട് ആ രാജാവിൻ്റെ ചെവികൾക്ക് കർണാനന്ദകരമായ രാജാവിൻ്റെ ഹിതം മാത്രം നോക്കി അതിനനുസരിച്ച് സംസാരിക്കുന്ന മന്ത്രിയാണെങ്കിൽ അതിലും ഭേദം കാകോളം എന്ന വിഷം ആണെന്നറിയുക. ഈ മൂഢന്മാരായ മന്ത്രിമാരുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ ആയുസ്സും നാടും കുലവും നശിച്ചു പോകും. വ്യത്യസ്ത ശബ്ദത്താൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ മൃഗങ്ങൾ ആപത്തിൽപ്പെടുന്നു. അഗ്നിയിൽ മോഹിച്ച് ആകർഷിക്കപ്പെട്ട് ശലഭങ്ങൾ അഗ്നിയിൽ വീണ് വെന്ത് കരിയുന്നു. അതുപോലെ രസത്തിൽ ആകൃഷ്ടരായി മത്സ്യങ്ങൾ രസം വിഴുങ്ങി മരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വസ്തുവിൽ അത്യാഗ്രഹം, അതായത് അനാവശ്യമായ ആഗ്രഹം ഉണ്ടായാൽ ആ വസ്തുവിനാൽ തന്നെ ആപത്ത് സംഭവിക്കുമെന്നറിയുക. നമ്മുടെ നാടിനും ആയുസ്സിനും വംശത്തിനും ഉന്മൂലനാശം വരുത്തുവാനായിട്ടാണല്ലോ ജാനകിയെ കടത്തിക്കൊണ്ടുവന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിരിക്കുന്നവന്, അതായത് ഒരു വസ്തുവിനോട് ആസക്തിയുള്ളവന് എന്നും ആപത്ത് തന്നെയായിരിക്കും ഫലം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനോ എല്ലാത്തിലും വിജയം സുനിശ്ചിതം. അവനാണെങ്കിൽ ഒന്നിനും ഒരു കാലത്തും ഒന്നിൽ നിന്നും ആപത്തുണ്ടാവില്ല. കാരണം അവന് ഒന്നിനോടും ആസക്തിയില്ല. ഒരു വസ്തുവിൽ ആശയുണ്ടാകുന്നത് നല്ലതല്ലെന്നറിഞ്ഞിട്ടും അതിനോട് ആഗ്രഹം തോന്നുന്നത് പൂർവജന്മ വാസന കൊണ്ട് മാത്രമാണ്. അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. അത് വിധിയാണ്. ഈശ്വരനിശ്ചയം ആർക്ക് തടുക്കാൻ കഴിയും? ആ രാമൻ മനുഷ്യനല്ലെന്നറിയുക. രാമൻ മഹാവിഷ്ണുവും സീതാദേവി യോഗമായ ദേവിയും ആണെന്നറിയുക. ആ ലക്ഷ്മണനാണെങ്കിൽ ആദിശേഷനാണെന്നറിയുക. ഇങ്ങനെ ഞാനൊരു നാൾ പണ്ട് കാനനത്തിൽ നരനാരായണന്മാരുടെ ആശ്രമത്തിൽ വെച്ച് നാരദനെ കണ്ടുമുട്ടി. നമസ്കരിച്ചതിന് ശേഷം എന്തെല്ലാം വൃത്താന്തങ്ങളുണ്ട് ലോകത്ത് എന്ന് അന്വേഷിച്ചപ്പോൾ നാരദൻ ഇപ്രകാരം പറഞ്ഞു എന്നോട്. ആ രാവണനാൽ പീഡിപ്പിക്കപ്പെട്ട ദേവന്മാരും മുനിമാരും ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് ആ പൗലസ്ത്യപുത്രനായ രാവണൻ അതീവ ദുഷ്ടനും ഖലനും 3 ലോകങ്ങളെയും ദ്രോഹിക്കുന്നവനുമായ ആ ദ്രോഹി ഞങ്ങളെയെല്ലാം ഉപദ്രവിക്കുന്നു. മർത്യനാലല്ലാതെ അവന് മരണവും ഉണ്ടാവില്ല എന്ന് ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുള്ളതാകുന്നു. മർത്യനായി തന്നെ
പിറന്ന് ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്കണേ എന്ന് ഈ ദേവന്മാരും മുനിമാരും അപേക്ഷിക്കുന്നു മഹാവിഷ്ണുവിനോട്. മഹാവിഷ്ണു അതിന് മറുപടിയായിട്ട് ആ ദശരഥപുത്രനായി മനുഷ്യനായി ഞാൻ അവതരിക്കുമെന്നും എന്നാൽ തന്നെ ശ്രീരാമൻ പറയുന്നതായിട്ട് പറയുകയാണ്. ഇങ്ങനെ രാവണനെ നിഗ്രഹിക്കുമെന്നും ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായി അധർമ്മത്തെ രക്ഷിക്കാനായി മനുഷ്യനായി അവതരിക്കുമെന്നും അതുപോലെ തന്നെ നിങ്ങളെയെല്ലാം കൊന്നൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ലോകത്തിൽ ഇനി ഞാൻ പിറക്കുന്നത്. ഇനി എല്ലാ കാലത്തും മംഗളം വന്നുകൂടും, നന്മ വരും, ഐശ്വര്യം വരും. ഇപ്രകാരം പറഞ്ഞ് നാരദ മുനി അപ്രത്യക്ഷനാവുകയാണ്. മായാമനുഷ്യനായ രാമനെ ഭജിക്കൂ, ഭക്തിയോടെ ഭജിച്ചാൽ രാമൻ പ്രസാദിക്കും. ആ ഭക്തപരായണനാണ്, അത്രമാത്രം ഭക്തപരായണനാണ് രാമൻ. ഭക്തിയാണ് മഹാജ്ഞാനത്തിൻ്റെ മാതാവ്. ഭക്തിയാണ് എന്നും മോക്ഷത്തെ നൽകുന്നത്. ഭക്തിയില്ലാത്തവരുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാകുന്നു. ആ മഹാവിഷ്ണുവിന് അനേകം അവതാരങ്ങൾ അറിഞ്ഞാലും പക്ഷേ അവയിൽ ഒന്നുപോലും, അതായത് അനേകം അവതാരങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഒന്നുപോലും രാമാവതാരത്തിൻ്റെ അത്രയും വരത്തില്ല, അതിന് സമമല്ല. ആ രാമനാമ ജപം കൊണ്ട് മാത്രം മോക്ഷം ലഭിക്കും. താരകബ്രഹ്മം എന്ന് പറയുന്നതും ശിവൻ എന്ന് പറയുന്നതും ജ്ഞാനസ്വരൂപൻ എന്ന് പറയുന്നതും എല്ലാം ഈ രാമനെ തന്നെയാണ് ജ്യേഷ്ഠ. അതിനാൽ ശ്രീരാമനെ ഭജിക്കൂ, ശ്രീരാമചന്ദ്രസ്വാമിയെ ഭജിക്കൂ. വിദ്വാൻമാർ പോലും, അതായത് അറിവുള്ളവർ പോലും, ജ്ഞാനികൾ പോലും രാമചന്ദ്രസ്വാമിയെ ഭജിച്ച് സംസാരസാഗരം കടന്ന് രാമപാദം, ആ തൃപ്പാദങ്ങൾ പുൽകുന്നു. ആ തൃപ്പാദ ഭക്തി ഒന്നു മാത്രമാണ് എന്നെന്നും സകല സന്താപങ്ങളെയും തീർക്കുന്നത്. ആ രാമകഥകൾ പറഞ്ഞ് രാമനാമം ജപിച്ച് ആ പരമാത്മസ്വരൂപത്തിൽ ലയിച്ച് ആ സായുജ്യം നേടൂ. നീയും രാമനെ ഭജിച്ച പരമാനന്ദമൂർത്തിയെ ഭജിച്ച് മായാമോഹങ്ങളെല്ലാം കളഞ്ഞ് സായുജ്യം നേടൂ. ഇപ്രകാരം പറഞ്ഞ് കുംഭകർണൻ നിർത്തുകയാണ്. രാവണൻ ഇത് കേട്ട്, നമുക്കറിയാമല്ലോ രാവണന് അത്യധികം കോപം വന്നു. എനിക്ക് ജ്ഞാനോപദേശം നൽകാനല്ല ഞാൻ നിന്നെ വിളിച്ചുണർത്തിയത്, നീ പോയി കിടന്നുറങ്ങിക്കോ, എന്നെ ഉപദേശിക്കാൻ മാത്രം നീ വലിയ ബുദ്ധിമാനായെന്ന് ഇന്നാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ഈ വിഷമഘട്ടം കഴിയുമ്പോൾ ഞാൻ നിൻ്റെ വേദോപദേശം കേൾക്കാം. നിനക്ക് സാധിക്കുമെങ്കിൽ പോയി ആ രാമനോട് ഏറ്റുമുട്ടി വധിച്ചിട്ട് വരിക. ഇനി കുംഭകർണ വധമാണ്. യുദ്ധത്തിൽ രാമൻ്റെ കൈകളാൽ ഇങ്ങനെ കുംഭകർണൻ വിചാരിക്കുകയാണ്, യുദ്ധത്തിൽ ഈ രാമൻ്റെ കൈകളാൽ മരിച്ചാൽ എനിക്ക് മോക്ഷം ലഭിക്കുമല്ലോ, എൻ്റെ ജന്മവും സഫലമായി വരും. ഇങ്ങനെ വിചാരിച്ച് ആ പർവ്വതാകാരനായ കുംഭകർണൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹത്തോടെ ഈ 1000 ഭാരമുള്ള ഇരുമ്പ് ആയുധമാണ്, അതായത് ഇരുമ്പിൻ്റെ ശൂലവുമായി മറ്റ് സേനകളോടുകൂടി പോകുന്നു എന്നാണ്. ഇങ്ങനെ കുംഭകർണൻ ഈ ശൂലവുമായിട്ട് ചെന്ന് വാനരസേനയിൽ പ്രവേശിച്ചപ്പോഴേക്കും പാവം വാനരന്മാർ പേടിച്ചുപോയി. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടുകയാണ്. രാമൻ അത്യത്ഭുതത്തോടെ വിഭീഷണനോട് ചോദിക്കുകയാണ്, അമ്പരത്തോളം ഉയരമുള്ള ഈ പരാക്രമശാലിയായ രാക്ഷസൻ ആരാണ്? വിഭീഷണൻ പറഞ്ഞു, അവൻ ശക്തിമാനും ബുദ്ധിമാനും ദേവകുലാന്തകനുമായ എൻ്റെ ജ്യേഷ്ഠനാണ്, രാവണൻ്റെ അനുജനുമാണ് കുംഭകർണൻ. ഇവനോട് ഏറ്റുമുട്ടിയാൽ ജയിക്കുക എന്നത് അസാധ്യം. നിദ്രാവശനാണെങ്കിലും ഇവൻ സാമാന്യ സാമർഥ്യമുള്ളവനാണ്. വിഭീഷണൻ ചെന്ന് വേഗം സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ജ്യേഷ്ഠൻ്റെ കാൽപാദങ്ങളിൽ. ഞാൻ സഹോദരനായ, അതായത് വിഭീഷണൻ, എന്നിൽ സംപ്രീതനായി എന്നെ അനുഗ്രഹിക്കൂ ജ്യേഷ്ഠ. സീതയെ രാഘവന് കൊടുക്കൂ എന്ന് ഞാൻ ആദരപൂർവ്വം ആവോളം അപേക്ഷിച്ചു. വാളൊങ്ങിക്കൊണ്ട് കൊല്ലാൻ വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം ഞാൻ 4 അമാത്യന്മാരുമായത്, അതായത് 4 മന്ത്രിമാരുമായി ഓടിപ്പോന്ന് ശ്രീരാമദേവനെ ശരണം പ്രാപിക്കുകയാണ് ഉണ്ടായത്. വേഗം തന്നെ ഈ കുംഭകർണൻ വിഭീഷണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് സ്നേഹത്തോടെ കെട്ടിപ്പുണരുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഭവാൻ അതീവ ധന്യൻ തന്നെ, ഒട്ടും സംശയമില്ല, ഒരുപാട് കാലം ജീവിച്ചിരിക്കുക ഭൂമിയിൽ. ആ ശ്രീരാമപാദങ്ങൾ സേവിച്ചു കൊള്ളുക, ശ്രീരാമപാദാംബുജങ്ങൾ സേവിച്ചു കൊള്ളുക. നമ്മുടെ വംശത്തെ രക്ഷിക്കാനായി ശ്രീരാമദാസനായ നീയാണ് ഏറ്റവും ഉത്തമനെന്ന് പണ്ട് നാരദ മഹർഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. മായാമയനും ഈ പ്രപഞ്ചം തന്നെ മായാമയമാണ്, വ്യസനിക്കേണ്ട. ആ ശ്രീരാമപാദാംബുജങ്ങളെ ആശ്രയിച്ചുകൊള്ളൂ.
അതീവ ദുഃഖിതനായി കരഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് വിഭീഷണൻ. ശ്രീരാമസന്നിധിയിൽ ചെന്ന് ദുഃഖിതനായി ഇങ്ങനെ വിഭീഷണൻ നോക്കി നിൽക്കുമ്പോൾ ആ കുംഭകർണൻ ഇങ്ങനെ വാനരന്മാരെ ഒന്നൊന്നായി പിടിച്ചടിക്കാൻ തുടങ്ങി, പിടിച്ച് വായിലിടാൻ തുടങ്ങി. വാനരന്മാർ ഓടാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മദം പൂണ്ട ആനയെപ്പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അരക്ഷണം കൊണ്ട് ആയിരക്കണക്കിന് വാനരന്മാരെ പിടിച്ച് കൊല്ലാൻ തുടങ്ങി. വാനരന്മാർ പേടിച്ച് ഓടുന്നുമുണ്ട്. സുഗ്രീവൻ ഒരു മലയെടുത്ത് എറിഞ്ഞെങ്കിലും കുംഭകർണൻ ഒരു കയ്യാൽ അത് തടയുകയാണ്. പകരം ശൂലം കൊണ്ട് ഒരൊറ്റ കുത്ത് മാരടൻ ലക്ഷ്യമാക്കി. സുഗ്രീവൻ താഴെ വീണു, ബോധമില്ല. പിന്നെ സുഗ്രീവനെയും എടുത്ത് സന്തോഷത്തോടു കൂടി നടക്കുകയാണ് രാവണൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ യുദ്ധം ജയിച്ചു വരുന്ന സന്തോഷത്തോടുകൂടി മറ്റ് രാക്ഷസന്മാരൊക്കെ ആർപ്പുവിളികളുമായിട്ട് ഇങ്ങനെ രാവണൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ പ്രാസാദങ്ങളിൽ, അതായത് മണിമന്ദിരങ്ങളുടെ മുകളിൽ നിന്ന് സ്ത്രീകൾ പനിനീര്, കളഭം ഇതൊക്കെ ഇങ്ങനെ വീശാൻ തുടങ്ങി, മാലകൾ വലിച്ചെറിയാൻ തുടങ്ങി. അങ്ങനെ പക്ഷേ ഈ പനിനീര് ദേഹത്ത് വീണ് കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ്റെ ആ മോഹാലസ്യം തീർന്നിട്ട് എഴുന്നേറ്റിരുന്നു. കുംഭകർണൻ്റെ ചെവികളും മൂക്കും എല്ലാം പല്ലും നഖങ്ങളും, ചെവികളൊക്കെ കടിച്ചു പറിച്ചു പല്ല് വെച്ച്, അതുപോലെ നഖം വെച്ച് മൂക്കും മുഖമൊക്കെ മാന്തി കീറി കടിച്ചു മുറിച്ച് അങ്ങനെ പെട്ടെന്ന് ഈ വേദന എടുത്തപ്പോൾ എന്തായാലും വിട്ടു. അന്തരീക്ഷത്തിലൂടെ ഊളിയിട്ട് തിരിച്ച് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് വരുവാണ് സുഗ്രീവൻ. അപമാനം, അതുപോലെ തന്നെ അഭിമാനഹാനി, കോപം ഇതെല്ലാം കുംഭകർണന് ഉണ്ടായി. വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്കും ഇതെല്ലാം ഈ മുഖമെല്ലാം കടിച്ചു മുറിച്ചതുകൊണ്ട് ചോരയെ ഒലിപ്പിച്ച് 10 മടങ്ങ് ദേഷ്യത്തോടെ ശക്തിയോടെയാണ് തിരിച്ചു ചെല്ലുന്നത്. അതുകണ്ട് ലക്ഷ്മണൻ വേഗം പർവ്വതത്തിന്മേൽ മഴ പെയ്യുന്നത് പോലെ അമ്പെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുരുതുര അമ്പെയ്ത് വിട്ടു. വായ പിളർന്ന് 100,000 വാനരന്മാരെ ഒറ്റയടിക്ക് ഈ കുംഭകർണൻ അങ്ങ് വിഴുങ്ങുകയാണ്. അന്നേരം അവയെല്ലാം ഈ വാനരന്മാരെല്ലാം ചെവിയിലൂടെ പുറത്തേക്ക് വരും, വായിലൂടെ വിഴുങ്ങും, ചെവിയിലൂടെ പുറത്തേക്ക് വരും, പിന്നെയും വാരി വിഴുങ്ങും, പിന്നെയും ചെവിയിലൂടെ പുറത്ത് വരും. ഇങ്ങനെ പുറത്ത് വന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണനെ വിട്ടേച്ച് രാമനെ ആക്രമിക്കാമെന്ന് കുംഭകർണന് തോന്നുകയാണ്. ഉടനെ രാമൻ്റെ നേരെ തിരിഞ്ഞു. രാമനും വേഗം അമ്പെയ്ത് ഇങ്ങനെ ആ ശൂലം പിടിച്ചിരുന്ന കൈയോടുകൂടി അങ്ങ് മുറിച്ച് കളയുകയാണ്. ആ കൈയുടെ ഭാരം കൊണ്ട്, കൈ താഴെ വീണപ്പോൾ കൈയുടെ ആ ഇരുമ്പ് ശൂലത്തിൻ്റെയും ഭാരം കൊണ്ട് അനേകം രാക്ഷസന്മാരും വാനരന്മാരും മരിച്ചു. പിന്നെ ഇടത് കൈ ഫ്രീ ആണല്ലോ. ഒട്ടും താമസിക്കാതെ വലിയൊരു മരം പിഴുത് രാമന് നേരെ ഇങ്ങനെ വീശി എറിയുകയാണ്. അപ്പോൾ രാമൻ ഇന്ദ്രാസ്ത്രം എയ്തു. പല രാക്ഷസന്മാരും ഇന്ദ്രാസ്ത്രത്താൽ മരിച്ചു വീണു. പിന്നെയും അലറി വിളിച്ച് പാഞ്ഞെടുത്തപ്പോൾ അർദ്ധചന്ദ്രാകൃതിയിലുള്ള 2 അമ്പെയ്ത് പാദങ്ങൾ 2 മുറിച്ച് കളയുകയാണ്. ഈ 2 പാദങ്ങളും മുറിച്ച് കളഞ്ഞു കഴിഞ്ഞ് വീണ്ടും കുതിച്ചു പാഞ്ഞെടുത്തപ്പോൾ അമ്പുകൾ കൊണ്ട് വായ നിറച്ചു. ഇന്ദ്രാസ്ത്രമെയ്ത് തലയും അറുത്ത് മാറ്റുകയാണ്. തലയില്ലാത്ത ശരീരം സമുദ്രത്തിൽ പതിക്കുന്നു. വലിയ ശരീരമല്ലേ. ആ ശരീരം ഇങ്ങനെ പതിച്ചു കഴിഞ്ഞപ്പോൾ ആ സമുദ്രം ഇളകി മറിഞ്ഞു. വലിയ തിരമാലകളൊക്കെ ഉയർന്നു പൊങ്ങി. ആ രക്തം ഇങ്ങനെ പരന്നൊഴുകിയിട്ട് സമുദ്രത്തിലെ ജലം രക്തവർണ്ണമായി. ആ തല ആ ദ്വാരത്തിൽ തന്നെ വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുംഭകർണൻ മരിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ ന്യായമായിട്ടും അതായത് പകുതി ശക്തി, പകുതി പാപം തീർന്നു, പകുതി അധർമ്മം അപ്രത്യക്ഷമായി. നാരദൻ സ്തുതിക്കുന്നതാണ് അടുത്ത ഭാഗം. നാരദൻ ഭഗവാനെ സ്തുതിക്കുന്നു, ശ്രീരാമചന്ദ്രസ്വാമിയെ. അതുപോലെ തന്നെ ഈ കുംഭകർണൻ മരിച്ച ഉടനെ സിദ്ധന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ഗുഹ്യകന്മാർ, അതായത് യക്ഷന്മാർ, ഭുജംഗങ്ങൾ, ഖഗങ്ങൾ, അപ്സരസുകൾ, കിന്നരന്മാർ, ചാരണന്മാർ, പന്നകങ്ങൾ, താപസന്മാർ, ദേവസമൂഹങ്ങൾ എല്ലാവരും ഇങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പാടിപ്പുകഴ്ത്തി പുഷ്പവൃഷ്ടി നടത്തുകയാണ് ആകാശത്തു നിന്ന്. നാരദൻ സ്തുതിക്കുന്നതുണ്ട്. അത് പേജ് നമ്പർ 371. ഇങ്ങനെ അത് സ്തുതിച്ചു കഴിഞ്ഞിങ്ങനെ പറയുകയാണ്: ത്വൽക്കഥാപീയൂഷപാനവും ചെയ്ത് രാവും പകലും നിന്തിരുവടിയെ മാത്രം ധ്യാനിച്ച്, നിന്തിരുവടിയെ പൂജിച്ച്, ആ നിന്തിരുവടിയുടെ നാമങ്ങൾ ഉച്ചരിച്ച് നിരന്തരം നിന്തിരുവടിയുടെ കഥകൾ പാടി ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാനായി എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനെ ശ്രീരാമചന്ദ്രസ്വാമി. ആ കുംഭകർണനെ വധിക്കാൽ ഭൂഭാരം പകുതിയും തീർന്നു. ആ ലക്ഷ്മണൻ നാളെ മേഘനാഥനെയും വധിക്കും. മറ്റന്നാൾ രാവണനെ കൊന്ന് ഈ ജഗത്രയം രക്ഷിച്ചുകൊള്ളും. ഞാനിനി ബ്രഹ്മലോകത്തേക്ക് പോവുകയാണ്.
ശ്രീരാമദേവൻ വിജയിച്ചരുളട്ടെ. ഇങ്ങനെ പറഞ്ഞ് നാരദൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തോടെ മറയുകയാണ്. ഇന്ന് ഈ 29-ാം ദിവസത്തെ കഥ ഇവിടെ നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം ഇനി നാളെ ഇപ്പം നാരദൻ പറഞ്ഞിട്ട് പോയത് നാളെ മേഘനാഥനെ വധിക്കും എന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് പിറ്റേന്നാൾ രാഘവൻ ആ രാവണനെയും വധിക്കും. അത് കഴിഞ്ഞ് വിജയം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത ദിവസത്തെ കഥയിൽ അതികായ വധവും അതുപോലെ ഇന്ദ്രജിത്തിൻ്റെ വിജയവും ഒക്കെയാണ്. ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് മാരുതിയെ ബ്രഹ്മാസ്ത്രമെയ്ത് ബന്ധിച്ച മഹാരാക്ഷസനാണ്. രാവണൻ്റെ മകനാണ്. ജനിച്ചു വീണ ഉടനെ മേഘഗർജനം പോലെ കരഞ്ഞതുകൊണ്ടാണ് മേഘനാഥൻ എന്ന പേര് വന്നത്. ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചവനാകയാലാണ് ഇന്ദ്രജിത്തെന്നും വിളിക്കുന്നത്. നമുക്ക് നാളെ ബാക്കി ഭാഗം കേൾക്കാം. ഇനി എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി നമസ്കാരം. ശുഭദിനം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഐശ്വര്യപൂർണമായ ദിവസമാകട്ടെ ഇന്ന്. ഒരിക്കൽ കൂടി നന്ദി.